ഹായ് ഓൾ. ഇന്ന് നമുക്ക് എക്സൽ പഠിക്കാം. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എക്സൽ ഒന്ന് എടുക്കുമെന്ന് ചോദിച്ചിട്ട്. എക്സലിലെ ഡാറ്റാസ് എൻട്രി ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് കാണിക്കുമെന്നുള്ളത് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് അനുസരിച്ചാണ് ഞാനിപ്പം എക്സൽ എടുക്കുന്നത്. ഇത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. എക്സൽ എന്ന് പറയുന്നത് ഇതുപോലെ ഷീറ്റ്സ് ആണ്. അതായത് റോ വൈസും ഇങ്ങനെയുള്ളത് റോ 1 2 3 കൊടുത്തിരിക്കുന്നത്, ABCD കൊടുത്തിരിക്കുന്നത് കോളംസും റോസും കൂടി ചേരുന്നതാണ് ഒരു സെൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഓരോ ഷീറ്റ്സ് ആണ് എക്സൽ. സ്പ്രെഡ് ഷീറ്റ് എന്ന് പറയും. ഇതിൽ ഫസ്റ്റ് ആക്റ്റീവായി നിൽക്കുന്നത് ഷീറ്റ് 1 ആയിരിക്കും. കൂടുതൽ ഷീറ്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് ഷീറ്റ് ആഡ് ചെയ്തു. നമ്മൾ വേർഡ് യൂസ് ചെയ്യുന്നത് ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഡോക്യുമെന്റ്സ് ക്രിയേഷന് വേണ്ടിയാണ് വേർഡ് യൂസ് ചെയ്യുന്നത്. എക്സൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമാണ് എക്സലിൽ. ഇതിലിപ്പം നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിന്റെ ഹെഡിങ് കൊടുക്കാം. ഇപ്പൊ നമുക്ക് എംപ്ലോയീസ് ഡീറ്റെയിൽസ്, എംപ്ലോയീസ് ഡീറ്റെയിൽസ് നമ്മൾ ടൈപ്പ് ചെയ്യാണ്. ഫസ്റ്റ് നമ്മളിവിടെ സീരിയൽ നമ്പർ അടിച്ചു. നെക്സ്റ്റ് എംപ്ലോയി നമ്പർ, എംപ്ലോയി നെയിം. ഇത്രയും ഡീറ്റെയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പം സീരിയൽ നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 1 2. ഏകദേശം ഒരു 100 എംപ്ലോയീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. 1 2 എൻട്രി ചെയ്യുക. ദെൻ അത് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ഈ പ്ലസ് സിമ്പിൾ ആവുമ്പോൾ, ഈ കോർണറിൽ വെക്കുമ്പോൾ പ്ലസ് സിമ്പിൾ ആവും, ഇത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ അതനുസരിച്ച് കണ്ടിന്യൂസ് നമ്പേഴ്സ് കിട്ടും. ഇപ്പം ഇത് സെൻട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സെന്റർ എന്നുള്ള ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ മതി. ഞാനിപ്പോൾ ഇതൊക്കെ പറയുന്നത് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയാണ്, എല്ലാം അറിയാവുന്നവർക്ക് വേണ്ടിയല്ല കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഇപ്പം എംപ്ലോയി നമ്പർ ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 നമ്പർ ടൈപ്പ് ചെയ്തിട്ട് സെലക്ട് ചെയ്ത്, കണ്ടിന്യൂസ് നമ്പേഴ്സ് ആണെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. നമുക്ക് അതുപോലെ ആ ഓർഡറിൽ തന്നെ കിട്ടും. നെയിം ഇപ്പം നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സെല്ലിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട്, നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ഇൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ കോളത്തിന്റെ വീതി നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ വിഡ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. നേരം വിഡ്ത്ത് കൂട്ടി കൊടുക്കാം. താഴേക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. വേറെ ഷീറ്റിൽ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷീറ്റ്, ഇപ്പം ഞാൻ ഷീറ്റ് 2-ലാണ് എൻട്രി ചെയ്തിരിക്കുന്നത്. ഷീറ്റ് 1-ൽ എൻട്രി ചെയ്യാൻ ഷീറ്റ് 1-ൽ എൻട്രി ചെയ്ത് കൊടുക്കാം. ഇത്രയൊക്കെയാണ് ജസ്റ്റ് ഒരു എംപ്ലോയി ഡീറ്റെയിൽസ് മാത്രം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പം നമ്പേഴ്സ് ഡ്രാഗ് ചെയ്ത് ഓട്ടോ ഫിൽ യൂസ് ചെയ്യാം. അതുപോലെ ഇത് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത്, സെൻട്രലൈസ് ചെയ്യുന്നത്, ഇത് ഡ്രാഗ് ചെയ്ത് നീക്കുന്നത് എങ്ങനെയാണ്, അതൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ഞാൻ പറയുന്നത് ഇതിൽ കാൽക്കുലേഷൻസ്. ഇപ്പം എംപ്ലോയീസിന്റെ സാലറി ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സാലറി കൊടുക്കണം. സാലറിയിൽ തന്നെ ഡിഫറെൻറ്റ് ഇതിൽ പേയ്മെന്റ്സ് ഉണ്ട്. ബേസിക് പേയ്മെന്റ് ഉണ്ട്, ചിലപ്പം അഡ്വാൻസ് പേയ്മെന്റ് നടത്താറുണ്ട്, പിന്നെ PF, അങ്ങനെയൊക്കെ വരുന്ന കേസിൽ അതെല്ലാം ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കാം.
ഇപ്പം ബേസിക്കും പി എഫും മാത്രം കൊടുത്തോളൂ. എമൗണ്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇവരുടെ ടോട്ടൽ സാലറി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടോട്ടൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പം ഇതിൻ്റെ ടോട്ടൽ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു ഓട്ടോ സം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സം ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇവിടെ കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമുല യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈക്വൽ സൈൻ കൊടുത്തിട്ട് എന്താണ് കാൽക്കുലേഷൻ ചെയ്യേണ്ടത് അത് നമുക്ക് പറയാം. ഇപ്പം ഇത് പ്ലസ് ഇതാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുപോയി ഈ സെല്ലിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യാം. അപ്പം ആ സെല്ലിൻ്റെ അഡ്രസ് ആയിരിക്കും അവിടെ വരുന്നത്. ഇനിയിപ്പോൾ പ്ലസ് ആണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ പ്ലസ് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്യാം. ഇനിയിപ്പോൾ താഴേക്കുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അവിടെയും ആ ഇക്വേഷൻ വീണ്ടും നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ പ്ലസ് സിമ്പിൾ ആകുമ്പോൾ ബ്ലാക്ക് പ്ലസ് സിമ്പിൾ ആകുമ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. ഇപ്പം ഞാനിവിടെ വേറെ എമൗണ്ട് കൊടുത്തു. ഒരെണ്ണം ക്ലിക്ക് ചെയ്താൽ മതി. ഏത് സെല്ലിലാണോ നമ്മൾ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് ആ സെല്ല് മാത്രം ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എല്ലാം ഇനിയിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം അതിലെന്താണ് ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഈ ഫോർമുല ബാറിൽ നോക്കിയാൽ അറിയാം D6 എന്ന് പറയുന്നത് ഇതാണ്. ഈ സെല്ലെന്ന് പറയുന്നത് കോളത്തിൻ്റെ റോയുടെയും കൂടി അഡ്രസ്സ് കൂട്ടിയിട്ടുള്ളതാണ്. ഫസ്റ്റ് കോളം അഡ്രസ്സ്, ദെൻ റോ അഡ്രസ്സ്. കോളം D ആണ്, റോ 6 ആണ്. D6 പ്ലസ് E6 ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ഇക്വേഷൻ എഴുതിയില്ല, നമ്മളൊരു സെല്ലിൽ ഇക്വേഷൻ എഴുതിയിട്ട് അത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിം ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. ഓരോ സെല്ലിലും പോയിട്ട് നമുക്ക് ഇക്വേഷൻ എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, ഇനിയിപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു സ്കൂളാണ്. അപ്പോൾ അതിൻ്റെ കുട്ടികളുടെ ഫീസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഏത് ക്ലാസ്സിലെ കുട്ടികളുടെ ആണെന്നുള്ളത് നമുക്കിവിടെ സ്പെസിഫൈ ചെയ്യാം. അതിൻ്റെ ഹെഡിങ് കൊടുക്കാം. പിന്നെ സീരിയൽ നമ്പർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡ്മിഷൻ നമ്പർ, സ്റ്റുഡൻസ് നെയിം, അതുപോലെ ഫീസ് കളക്ട് ചെയ്യുന്നത് ഓരോ മന്ത് വൈസ് ആണെന്നുണ്ടെങ്കിൽ ആ മന്ത് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ടേം വൈസ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം അങ്ങനെ കൊടുക്കാം. എന്നിട്ട് താഴേക്ക് നമുക്ക് ഡീറ്റെയിൽ കൊടുക്കാം. ഇപ്പോൾ സീരിയൽ നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 2 ടൈപ്പ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് നമ്പേഴ്സ് ഓട്ടോ ഫില്ല് യൂസ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക് നമ്പേഴ്സ് കിട്ടും. അഡ്മിഷൻ നമ്പർ കൊടുക്കുക, ദെൻ സ്റ്റുഡൻസ് നെയിം കൊടുക്കുക. ഓരോ കുട്ടികളുടെ ഫീസ് കളക്ട് ചെയ്യുമ്പോൾ അതായത് കുട്ടികളുടെ ഇതിൽ നമുക്ക് വന്നിട്ട് ഫൈൻഡ് ചെയ്ത് എടുത്തിട്ട് അവിടെ പേയ്മെൻറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എത്രയാണെന്നുള്ളത്. ഇപ്പോൾ ടോട്ടൽ ഫീസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്നുകിൽ ഓട്ടോ സം യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇക്വേഷൻ എഴുതുന്നുണ്ടെങ്കിൽ ഇക്വേഷൻ്റെ കാര്യമില്ല, നമ്മൾ ടോട്ടൽ എടുക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ സം ക്ലിക്ക് ചെയ്താൽ മതി. അന്നേരം ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ടോട്ടൽ ഫിഗർ നമുക്ക് കിട്ടും. ഇനിയിപ്പം സെയിം ക്ലാസ് തന്നെ, ഇതിപ്പോൾ ക്ലാസ് 1 സ്റ്റുഡൻസ് ആണ്. ഈ ക്ലാസ് 1 തന്നെ വേറെ ഡിവിഷൻ കൂടി ഉണ്ട്. ഇതിപ്പം A ആണ്, ഡിവിഷൻ A ആണ്. വേറൊരു ഡിവിഷൻ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പം ഷീറ്റ് 2ലാണ് നിൽക്കുന്നത്. വേറൊരു ഷീറ്റിലേക്ക് നമുക്ക് ഷീറ്റ് 3യിലേക്ക് നമുക്ക് ക്ലാസ് 1Bയിലെ കുട്ടികളുടെ ഫീസ് ഡീറ്റെയിൽസ് ഇതുപോലെ തന്നെ എൻട്രി ചെയ്ത് കൊടുക്കാം. അതുപോലെ വേറെ ഡിവിഷൻ ഉണ്ടെങ്കിൽ അതുപോലെ ഷീറ്റ് വേറെയിൽ എടുത്തിട്ട് നമുക്ക് അതുപോലെ ചെയ്യാം. സെയിം ഷീറ്റിൽ ചെയ്യണമെന്നില്ല. അപ്പം എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞ പോലത്തെ ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ട് ആ ഒരു രീതിയിൽ ചെയ്യാം. ഫീസിൻ്റെ ഡീറ്റെയിൽസ്, കുട്ടികളുടെ സ്റ്റുഡൻസ് ഡീറ്റെയിൽസോ ഫീസ് ഡീറ്റെയിൽസോ ഒക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇപ്പം ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ കാൽക്കുലേഷൻസ് വരുന്നത്
അപ്പോൾ നമ്മൾ ഇക്വേഷൻസ് കൊടുക്കുന്ന അനുസരിച്ചായിരിക്കും. കുറച്ച് നമ്പേഴ്സ് ഞാനിവിടെ എൻട്രി ചെയ്ത് കൊടുത്തു. എനിക്കിവിടെ ഈ 2 സെല്ലിലെ നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് ഇത് ലെസ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻ പറയുക, ഈക്വൽ സൈൻ കൊടുക്കുക. ഏത് ഇക്വേഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് ഈക്വൽ സൈൻ കൊടുക്കണം. ഏത് സെല്ലാണോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക. ദെൻ പ്ലസ് ആണോ മൈനസ് ആണോ അത് സ്പെസിഫൈ ചെയ്യുക. എനിക്ക് ഈ സെല്ലാണ് G6 ആണ് പിന്നെ വേണ്ടത്. പ്ലസ് ഇനി എനിക്ക് മൈനസ് ആണ് ചെയ്യേണ്ടത്. മൈനസ് കൊടുത്തു. കണ്ടോ, ഇതിപ്പം E6 പ്ലസ് G6 മൈനസ് F6 എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടും. ഇതിലിപ്പം ഏത് ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. ഈ ഫോർമുല ബാറിൽ അതിൻ്റെ ഇക്വേഷൻ ഡിസ്പ്ലേ ചെയ്യും. ഇപ്പം നമ്മൾ കുറേ എൻട്രീസ് നമ്മൾ എൻട്രി ചെയ്തു ഡാറ്റാസ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഇടയിൽ എവിടെയെങ്കിലും നമുക്കൊരു റോ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പം ഈ റോ താഴേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് സെൽസ് ഡൗൺ കൊടുക്കുക. ഈ സെല്ല് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് സെൽ ഡൗൺ കൊടുക്കുക. അവിടെ തന്നെ ഒരു റോ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻറ്റയർ റോ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത ആ സെല്ല് താഴേക്ക് പോയിട്ട് അവിടെ ഒരു റോ തന്നെ ഇൻസേർട്ട് ചെയ്തു. അതുപോലെ തന്നെ സെല്ല് ഇൻസേർട്ട് ചെയ്യണമെങ്കിലും ഇൻസേർട്ട് കൊടുക്കുക, കോളം വേണമെങ്കിൽ കോളം കൊടുക്കുക, സെല്ല് വേണമെങ്കിൽ സെല്ല് കൊടുക്കുക. ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിലീറ്റ്, വെറുതെ ഒരു ഡിലീഷൻ ആണെങ്കിൽ വെറുതെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് അടിച്ചാൽ മതി. ഇനിയിപ്പം ഇവിടെ ഡിലീറ്റ് ചെയ്തിട്ട് ഷിഫ്റ്റ് സെൽസ് ഡൗൺ ആ ഒരു രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്കിൽ ഡിലീറ്റ് എടുത്തിട്ട് ഈ ഓപ്ഷൻ യൂസ് ചെയ്താൽ മതി. ഷിഫ്റ്റ് സെൽസ് ലെഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ സെല്ലിലെ കണ്ടന്റ് ഡിലീറ്റ് ചെയ്തിട്ട് സെല്ല് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ദെൻ സെൽസ് അപ്പ്, എൻറ്റയർ റോ, എൻറ്റയർ കോളം. ഇപ്പോൾ ഞാൻ എക്സലിൽ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുന്നത് കാണിച്ചു. കുട്ടികളുടെ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് സെയിം തന്നെ എൻട്രി ചെയ്യുക. അതുപോലെ ഫീസ് ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുന്നത് കാണിച്ചു. അതുപോലെ കാൽക്കുലേഷൻ, ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് കാണിച്ചു. വലിയ കാൽക്കുലേഷൻസും ഇതിൽ ചെയ്യാം. ചെറിയ കാൽക്കുലേഷൻ ഞാൻ കാണിച്ചു. പിന്നെ റോ കോളമൊക്കെ ഇൻസേർട്ട് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും കാണിച്ചു. പിന്നെ സോർട്ട് ചെയ്യുന്നത്, അത് നമുക്ക് സോർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. സോർട്ട് A to Z. നമ്മളിപ്പം എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസിൽ ഇത് നമുക്ക് ഈ നെയിം വൈസ് ഒന്ന് സോർട്ട് ചെയ്യണം. സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സോർട്ട് എടുക്കുക. സോർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. A to Z. സോർട്ട് A to Z. അപ്പോൾ ആ ഓർഡറിൽ സോർട്ട് ചെയ്ത് കാണിക്കും. അപ്പോൾ അതനുസരിച്ച് ഓരോരുത്തരുടെ എംപ്ലോയി നമ്പറൊക്കെ മാറും. ഈ എംപ്ലോയിയുടെ നമ്പർ ആയിരിക്കും, കറസ്പോണ്ടിങ് എംപ്ലോയി നമ്പർ ആയിരിക്കും വരുന്നത്. സീരിയൽ നമ്പറും ഇതും അനുസരിച്ച് മാറിയിട്ടുണ്ട്. സീരിയൽ നമ്പർ അപ്പോൾ നമ്മൾ അതനുസരിച്ച് കൊടുത്താൽ മതി. 1 2 ടൈപ്പ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ പറഞ്ഞു. ഇത് ഇപ്പോൾ പുതിയതായിട്ട് ഫ്രഷ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ജോലിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന, അതല്ലെങ്കിൽ ഫ്രഷ് കാൻഡിഡേറ്റ്സിനെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാനിത് എടുക്കുന്നത്. എല്ലാം അറിയാവുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ളവർക്ക് വേണ്ടിയല്ല. അപ്പം ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഓക്കെ.